മാർച്ച് 1 തിയേറ്ററുകളിലെത്തുന്ന ചിത്രം അഞ്ചാം വേദയുടെ വിശേഷങ്ങളുമായി ഇന്ന് എന്നോടൊപ്പമുള്ളത് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരാണ്. നമുക്ക് അവരോട് തന്നെ ഈ ചിത്രത്തിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളും രഹസ്യങ്ങളും ഒക്കെ ചോദിച്ചറിയാം. ആദ്യം നമുക്ക് ചിത്രത്തിന്റെ ഡയറക്ടർ മുജീബ് സാറിലേക്കാണ് പോകുന്നത്. സർ, അഞ്ചാം വേദം, നമുക്ക് ഈ പേരിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താണ് പേരിന് പിന്നിലുള്ള ഒരു രഹസ്യം? അഞ്ചാം വേദം എന്ന് പറഞ്ഞാൽ നമ്മള് സത്യം പറഞ്ഞ ഇന്ന് മനുഷ്യർ തമ്മിൽ മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിലൊരു കലഹമാണ്. അപ്പൊ നമ്മള് ഒരു അഞ്ചാം വേദം എന്ന് പറഞ്ഞൊരു സൗഹൃദത്തിന്റെ, അതായത് ജാതിക്കും മതത്തിനും പൊളിറ്റിക്സിനൊക്കെ ഉപരിയായിട്ട് മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുക എന്നുള്ള ഒരു സന്ദേശം കൈമാറാനാണ് ശ്രമിക്കുന്നത്. ഓക്കെ, അതാണ് പേര്. അങ്ങനെയാണ് ഈ പേരിലേക്കും എത്തിപ്പെടുന്നത്. അതെ, സ്നേഹത്തിന്റെ ഒരു വേദം. അതെ. ഓക്കെ, ചിത്രത്തിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു കഥയിലേക്കും കഥാ സെലക്ഷനിലും ഡയറക്ഷനിലേക്കും ഒക്കെ നീങ്ങിയത്? ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഇതൊരു കൊറോണ ബേസ് ചെയ്തൊരു സബ്ജക്റ്റാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷെ പിന്നീട് അത് കഥ വികസിച്ചിട്ട് ഒരു അതായത് നമ്മളുടെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മെയിൽ ഡൊമിനേറ്റഡ് ആണ് നമ്മുടെ സമൂഹം. ഈ സിനിമയിൽ ഫീമെയിൽ അതായത് ഫീമെയിലും ആ മെയിലിന്റെ ഒപ്പം തന്നെ നിൽക്കുന്ന, കാരണം ഒരു മുസ്ലിം പശ്ചാത്തലത്തിൽ പറയണമെങ്കിൽ മുസ്ലിങ്ങൾക്ക് തൊലാക്ക് എന്ന് പറഞ്ഞ എല്ലാവരും അറിയാം. തൊലാക്ക് എന്ന് വെച്ചാൽ പുരുഷൻ സ്ത്രീയെ ഡൈവോഴ്സ് ചെയ്യുന്നതിനാണ് തൊലാക്ക് എന്ന് പറഞ്ഞത്. അതുപോലെ സ്ത്രീക്കും ഉണ്ട് ഇതേ സെയിം അധികാരം, സെയിം അവകാശമാണ്. ഈ സെയിം അവകാശത്തിന്റെ പേര് ഫസഹ് അല്ലെങ്കിൽ കുല എന്ന് പറയാം. പക്ഷെ ദൗർഭാഗ്യവശാൽ ഇത് ആർക്കും തന്നെ, അതായത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പോലും ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് അറിയില്ല. കാരണം അതിന്റെ കാര്യം ഞാൻ പറഞ്ഞ എല്ലാ കാലത്തും പുരുഷനാണ് മതമായാലും പൊളിറ്റിക്സ് ആയാലും കൈകാര്യം ചെയ്യണം. അപ്പൊ സ്ത്രീകൾക്ക് ആ മതത്തിലുള്ള അവകാശം പോലും സ്ത്രീകൾ അറിഞ്ഞിട്ടില്ല. അപ്പൊ അത് നമ്മളത് ഈ ഒരു സിനിമയിലൂടെ അത് റിവീൽ ചെയ്യാനും കൂടി ഞങ്ങൾ ശ്രമിക്കുന്നത്. ഇതിന്റെ ഒരു തീം തന്നെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയം കൂടിയാണ്. ഒരു മതം, ഒരു രാഷ്ട്രീയമൊക്കെ ഒരു സിനിമയിലൂടെ പറയുമ്പോഴത്തേക്കും ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യമൊക്കെ ഇന്നത്തെ ഒരു കാലത്ത് കൂടുതലും കൂടിയാണ്. അപ്പൊ ഇങ്ങനെ ഒരു കഥയിലേക്ക് വരുമ്പോൾ, അത് സെലക്ട് ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള ഒരു പേടി ഉണ്ടായിരുന്നോ? അങ്ങനെ പേടിയൊന്നുമില്ല. കാരണം നമ്മൾ പറഞ്ഞതെല്ലാം ഇന്ന് സമൂഹത്തിൽ എന്താ നടക്കുന്നത് അത് തന്നെ പറയുന്നുള്ളൂ. അല്ലാണ്ട് നമ്മള് പിന്നെ ചിലപ്പോൾ അത് പറഞ്ഞു വരുമ്പോഴത്തേക്കും വിവാദമായി തോന്നിയേക്കാം. പക്ഷെ നമ്മൾ പറഞ്ഞ സത്യം മാത്രമാണ് സിനിമയിലൂടെ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളത് കാണുമ്പോൾ മനസ്സിലാവും. കാരണം ഇന്ന് ഈ സമൂഹത്തിൽ എന്താണ് നടക്കുന്നത് അത് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. പിന്നെ നമ്മൾ ഇതിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഫസഹ് എന്ന് പറഞ്ഞൊരു സംഭവം അഡീഷണൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. അത്രേ ഉള്ളൂ ഇതിൽ. നമുക്ക് ഈ ട്രെയിലർ കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവുകയും ചെയ്യും. നമുക്ക് ഇതിന് ചിത്രത്തിന്റെ മ്യൂസിക് ഡയറക്ടർ ജോജി കൂടെയുണ്ട്. സർ, നമസ്കാരം. ഇതിന്റെ ഒരു നമ്മൾ ട്രെയിലറൊക്കെ കാണുമ്പോഴത്തേക്കും മ്യൂസിക്കിനൊക്കെ വലിയ പ്രാധാന്യമുള്ളൊരു സിനിമയാണെന്ന് തോന്നും. ഒപ്പം തന്നെ 3 പാട്ടുകൾ റിലീസ് ആവുകയും ചെയ്തു. എങ്ങനെയായിരുന്നു ഈ പാട്ട് ഒക്കെ, മ്യൂസിക് ഒക്കെ ഈ സിനിമയിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട്? നല്ലൊരു 3 പാട്ടുകളാണ് ഈ സിനിമയ്ക്കകത്തുള്ളത്. ഒരു മുസ്ലിം ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. ഒരു പാട്ട് എഴുതിയിരിക്കുന്നത് റഫീഖ മസറാണ്. പിന്നെ ഒരെണ്ണം മുരുകൻ കാട്ടാക്കട, പിന്നെ അതുപോലെ തന്നെ സൗമ്യരാജ്, പിന്നെ ചിത്രചേച്ചി ഒരു പാട്ട് പാടിയിട്ടുണ്ട്, സിയ ഉൽ ഹക്ക് പാടിയിട്ടുണ്ട്, മുരുകൻ കാട്ടാക്കടയും പാടിയിട്ടുണ്ട്. അതെ. ഡയറക്ടറിന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രഷർ, ഇങ്ങനത്തെ മ്യൂസിക് വേണം, ഇങ്ങനത്തെ ഒരു മൂഡ് വേണം, അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു? പ്രഷറൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം കറക്റ്റായിട്ടുള്ള ഒരു സീനും പിന്നെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു മ്യൂസിക് ആയിരിക്കും ഇതിന്റെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നന്നായിട്ട് വന്നിട്ടുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. ചിത്രത്തിലെ ബാക്കി 2 പാട്ടുകളും ഇതുപോലെ മനോഹരമാകുമെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി നമുക്ക് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചവരിലേക്കും കൂടി ചിത്രത്തിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോവാം. എന്നോടൊപ്പം ഇപ്പോൾ ഉള്ളത് വിഹാൻ വിഷ്ണു ആണ്. വിഹാൻ, എങ്ങനെയാണ് അഞ്ചാം വേദം പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ എത്രമാത്രമാണ് ഒരു പ്രതീക്ഷ? ഭയങ്കര ഹാപ്പിനെസ് ആണ്. ഒന്ന് എന്റെ ഫസ്റ്റ് പടമാണ്. അപ്പോൾ അതിന്റെ സന്തോഷം ഒരു സൈഡിലുണ്ട്. അതുകൂടാതെ ഇതിലുള്ള എല്ലാവർക്കും ഈ പടം ഇറങ്ങുന്നതിനനുസരിച്ച് മനസ്സിലുള്ള സന്തോഷം ഭയങ്കര കൂടുതലാണ്. എക്സൈറ്റ്മെന്റ് ഡേ ബൈ ഡേ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം അതിന്റെ റിലീസിന്റെ ഭാഗമായിട്ടുള്ള അങ്ങോട്ടോട്ടം, എല്ലാവരോടും പറയുക, ക്ഷണം എല്ലാം. അപ്പം ഭയങ്കര ഹാപ്പി ആയിട്ട് നോക്കിക്കാണുന്നത്. ചിത്രത്തിലെ ഒരു കഥാപാത്രത്തെ കുറിച്ച് പറഞ്ഞ സത്താർ എന്നാണ് അതിനകത്തെ കഥാപാത്രത്തിന്റെ പേര്. അദ്ദേഹം ഒരു ഇച്ചിരി ഉഴപ്പനാണെന്നുണ്ടെങ്കിലും നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി ചങ്ക് കുറച്ചു കൊടുക്കുന്ന തരത്തിലൊരു കഥാപാത്രമാണ്. അപ്പോൾ അത് വളരെ എൻജോയ് ചെയ്ത് എനിക്ക് ചെയ്യാൻ പറ്റി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു ഫസ്റ്റ് ഫിലിം കൂടിയാണ്. അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നോ ഫസ്റ്റ് ഷൂട്ടിന് വരുമ്പോഴും ആദ്യം ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിക്കുമ്പോഴൊക്കെ? ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു.
ഫസ്റ്റ് ഷോട്ട് എടുക്കുന്നത് തന്നെ എന്നെ വെച്ചിട്ടാണ് ആദ്യത്തെ ഷോട്ട് എടുക്കുന്നത്. ആ സമയത്ത് ചങ്ക് ഇടിച്ച് വെളിയിൽ വരുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളെ കാണാനായിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ ഷൂട്ടിംഗ് കാണാനായിട്ട്. സോ എക്സൈറ്റ്മെന്റും അതിന്റെ കൂട്ടത്തില് ടെൻഷനും എല്ലാം കൂടെ കൂടി ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു ആ സമയത്ത്. സോ എന്തായാലും നല്ല രീതിയിൽ ചെയ്തു എന്ന് തന്നെ പറയാം. എങ്ങനെയായിരുന്നു ഈ സിനിമയിലേക്ക് എത്തിപ്പെടുന്നത്? എങ്ങനെയായിരുന്നു? ചാൻസ് ചോദിച്ചതന്നെ എങ്ങനെയാണ് ഡയറക്ടർ എങ്ങനെയാണ് കണ്ടെത്തിയത്? ഡയറക്ടറിലേക്ക് എത്തിയത് അച്ഛൻ മുഖേനയാണ്. അച്ഛൻ അവിടെ ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു. അച്ഛൻ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെറിയ റെഫറൻസ്, ഞാൻ ഇങ്ങനെ വീഡിയോസൊക്കെ ചെറിയതായിട്ടൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അത് കണ്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട് അങ്ങനെ ഇതിലേക്ക് വരുമായിരുന്നു. അതെ. ഈ ഒരു കഥാപാത്രം സെലക്ട് ചെയ്യുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ളൊരു വെല്ലുവിളി ഉണ്ടായിരുന്നു? സ്വാഭാവികമായിട്ടും ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരു ക്യാരക്ടർ കിട്ടുമ്പോൾ അതിനു വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രിപ്പറേഷൻ ഒക്കെ ചെയ്യേണ്ടിയിരുന്നോ? തുടക്കക്കാരൻ എന്ന രീതിയിൽ ഞാൻ അത്യാവശ്യം പ്രിപ്പറേഷൻ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം നമ്മുടെ ഒരു ഇപ്പോഴത്തെ ക്യാരക്ടർ അനുസരിച്ച് അത് മാറി വേറൊരു രീതിയിൽ പെരുമാറുക എന്ന് പറയുമ്പോൾ അത് കുറച്ച് എനിക്ക് പ്രിപ്പയർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ അത് അവര് അതിനനുസരിച്ച് നമുക്ക് പറഞ്ഞു തരും, ഗൈഡ് ചെയ്ത് തരും. അത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റി, അങ്ങനെ കൊണ്ടുപോകാൻ പറ്റി. ചിത്രത്തിലെ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച സജിത് രാജാണ് ഇപ്പോൾ കൂടെയുള്ളത്. ചേട്ടാ, ഒരുപാട് സിനിമകളിലൂടെ അവസാനം 5-ാം വേദത്തിലേക്ക് എത്തി നിൽക്കുന്നു. എങ്ങനെയുണ്ട് പ്രതീക്ഷ? ഇത് വളരെ ഇപ്പം മുജിബൊക്കെ പറഞ്ഞ പോലെ ഒരു നമ്മൾ 10 പേര് എടുക്കണം, 9 പേരും തലാക്കെന്ന് കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഫസഹ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഒരു നമ്മളത് ആ പടം ഒരു ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യുന്ന പടമാണ്. അത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വളരെ നല്ലൊരു പടമായിട്ട് വരും എന്ന് എനിക്ക് വിത്തൗട്ട് ഡൗട്ട് പറയാൻ പറ്റും. പിന്നെ ഞാനിവിടെ ചേരുന്ന ക്യാരക്ടറിന്റെ പേര് നൗഷാദ് ഹസൻ എന്നാണ്. ACP ആണ്. കുറെ പേര് വെടിവെച്ച് കൊല്ലുന്നുണ്ട്. അങ്ങനെയാണ് പരിപാടി. ഒരു പാവപ്പെട്ട ACP ആണ്. എങ്ങനെയാണ് ഒരു പോലീസ് വേഷത്തിലേക്ക് ഈ സിനിമയിലേക്ക് എത്തിയപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? സാധാരണ ഞാൻ കള്ളനായിട്ടും കൊള്ളക്കാരനായിട്ടൊക്കെയാണ് അഭിനയിക്കുന്നത്. അപ്പം ആദ്യമായിട്ടാണ് പോലീസ് വേഷം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന്റെ രസമുണ്ടായിരുന്നു. വേറൊരു ലുക്ക് അസ്യൂം ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. മീശയൊക്കെ അങ്ങനെയൊക്കെ വെച്ച്. പിന്നെ ഇതുവരെ നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള എല്ലാ ഇതും വായിച്ചുകൊണ്ട് അങ്ങനെ ചെയ്തു. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു ഷൂട്ടിംഗ് സമയത്തെ ഒരു അനുഭവവും ആ ഒരു എങ്ങനെയായിരുന്നു? ആ ഒരു ലൊക്കേഷനൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ലൊക്കേഷൻ കട്ടപ്പന ആ ഏരിയ ആയിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ സ്ഥലം, പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാലോ. പിന്നെ ഞങ്ങളുടെ ടീം എന്നതൊരു ഫ്രണ്ട്ലി ഇതായിരുന്നു. അപ്പം മുജീബിക്കയും ബിനീഷിന്റെ കോ ഡയറക്ടർ കം റൈറ്റർ കം ആക്ടർ കം VFX സ്പെഷ്യലിസ്റ്റ് എല്ലാം ബിനീഷ് ഒരു എന്താ പറയുക നെടുന്തൂണാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം എൻ്റെ ഒരു വളരെ ക്ലോസ് ഫ്രണ്ടാണ്. അപ്പോൾ ഇപ്പം നമ്മുടെ തമിഴ് പടം ചെയ്യാൻ പോകുന്നതിൻ്റെ ഡയറക്ടറും പുള്ളിയാണ്. അപ്പോൾ അങ്ങനെ ബേസിക്കലി ഒരു ഫ്രണ്ട്ലി ലൊക്കേഷൻ ആയിരുന്നു. നല്ല രസമായിരുന്നു. നിങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ രസമായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാകും നമുക്കൊരു വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ കൂടിയാണ്. ഈ മുത്തലാഖ് പോലെ ആയിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവാദങ്ങളും ഒക്കെ നമ്മുടെ ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് ഒരു സ്ത്രീ പ്രാധാന്യമുള്ള ഒരു സിനിമ കൂടിയാണ്. അപ്പം അത് തന്നെയാണോ ഈ സിനിമ, ഈ കഥ കേട്ടപ്പോൾ ഇത് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയതും ഒക്കെ? ഇത് പിന്നെ അങ്ങനൊരു ഇതുകൊണ്ട് മാത്രമല്ല, പക്ഷേ ജനറലി ഈ പടത്തിന്റെ കഥ കേട്ടപ്പോൾ ഇതിനൊരു സാധ്യതയുണ്ടെന്നും ഇതിനൊരു വാല്യൂ ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു അപ്പം തന്നെ. പിന്നെ അതുകൊണ്ട് മാത്രമല്ല, നീ പറഞ്ഞ പോലെ ഇറ്റ്സ് എ ഫ്രണ്ട്ലി തിങ്. അപ്പോൾ പിന്നെ ഇത് ഈ പറഞ്ഞ പോലെ ഇതൊരു നമ്മളിപ്പോൾ സമൂഹത്തിന് ഒരു മെസ്സേജ് കൊടുക്കുന്നതല്ലാണ്. ഇതിനെക്കുറിച്ച് ആർക്കും അറിയില്ല, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പോലും ആർക്കും അറിയില്ല. എനിക്ക് തോന്നുന്നു ഈവൻ വിമൻ ഡോണ്ട് നോ എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതിനെ ഒരു പിന്നെ പടം അതുകൊണ്ട് ഇറ്റ് ബി ഫൺ, അത് കണ്ടുപോകാൻ ഭയങ്കര രസമാണത്. ഒപ്പം ചിത്രത്തിൽ പ്രധാന ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച സൗമ്യ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സൗമ്യ ഈ ചിത്രത്തിന് വേണ്ടിയിട്ട് ലിറിക്സും എഴുതിയല്ലേ, സിനിമയുടെ പാട്ടുകളും എഴുതിയ ഒരാൾ കൂടിയാണ്. ആദ്യം നമുക്ക് അഭിനയത്തിലേക്ക് നിന്ന് തന്നെ തുടങ്ങാം. എങ്ങനെയായിരുന്നു ഈ ഒരു സിനിമയിലേക്ക് എത്തിപ്പെടുന്നത്? എൻ്റെ ഹസ്ബൻഡ് കൂടിയാണ് ഇതിൻ്റെ കോ ഡയറക്ടർ. പിന്നെ ഞാൻ മുന്നേ 2 പടം ചെയ്തൊരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്. ഒക്കെയാണെങ്കിലും ഞങ്ങളെല്ലാവരും ഒരു ഫാമിലി പോലെ ചെയ്തൊരു സിനിമയാണ്. അതിനൊരു പാട്ട് എഴുതാനായിട്ടുള്ളൊരു അവസരം കിട്ടി. എങ്ങനെയാണ് ചിത്രത്തിലെ കഥാപാത്രത്തെ കുറിച്ച്? കഥാപാത്രത്തിന്റെ പേര് സൈറ എന്നാണ്. എനിക്കും ഇതേപോലുള്ള ഒരു അനിയനുള്ളത് കൊണ്ട് നമുക്ക് ഒത്തിരി എഫേർട്ട് എടുക്കേണ്ടി വന്നില്ല. അവന്റെ അതേ ക്യാരക്ടറും നമ്മളും നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു. നല്ല രീതിയിൽ എത്തിക്കാൻ പറ്റിയത്.
ഇതിന്റെ ലിറിക്സ് എഴുതാൻ വേണ്ടിട്ട് എങ്ങനെയുണ്ട്? ഡയറക്ടർ ഏൽപ്പിച്ചതാണോ ലിറിക്സ് എഴുതിക്കോ എന്ന് പറഞ്ഞപ്പോ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ധൈര്യത്തെ സംഭവിക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു അവസരം തന്നു. എന്നെ സംബന്ധിച്ച് എനിക്കതൊരു ഭയങ്കര ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഞാനതൊരു ഒരിക്കലും പ്രതീക്ഷയല്ല ചിത്ര ചേച്ചീൻ്റെ അത് എത്തിക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ അതൊരു ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ഒരു മൂവിക്ക് ലിറിക്സ് ചെയ്തിട്ടുണ്ട്, 2 തമിഴ് മൂവിയും ചെയ്തിട്ടുണ്ട്. ഇതെന്റെ 3ാമത്തെ പടമാണ്. നല്ല രീതിയിൽ എത്തിക്കാൻ പറ്റിയെന്നാണ് ഒരു വിശ്വാസം. പ്രേക്ഷകർക്ക് വേണ്ടി ലിറിക്സ് എഴുതുന്ന ആളാകുമ്പോൾ സ്വാഭാവികമായിട്ടും പാട്ടിനോടൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ആളായിരിക്കും, പാട്ട് പാടുന്ന ആളായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. പ്രേക്ഷകർക്ക് വേണ്ടി 2 ലൈൻ ഒന്ന് പാടാം. ഈ പാട്ടിനെ സംബന്ധിച്ച് ഈ പാട്ട് പാടി എത്തിക്കുന്നത് ചേച്ചിക്ക് മാത്രമേ പറ്റുള്ളൂ. നമുക്കത് എത്തിക്കല് വലിയ പാടാണ്. അപ്പം ഇത് എത്തിക്കല് വലിയ പാടാണ്. എന്റേതായ രീതിയിൽ ഞാനത് പാടി എത്തിക്കാം. അകലയായി 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 ഏകയായി ഏകയായി ഞാനിൻ നേകയായി മൗനമായി മൗനമായി രാപ്പാടി മൗനമായി ഈ ദൂരയാത്രയിൽ ഞാൻ മാത്രമായി യാബി യാബി യാബി. നല്ല പാടാ ഇത് പാട്ട് എത്തിക്കാനായിട്ട്. എഴുതാനുള്ളൊരു അവസരം കിട്ടി. അത് ദൈവത്തിന് ഒരു നിയോഗം പോലെ ഞാൻ അതിനെ കരുതുന്നുണ്ട്. ഏറ്റവും വലിയ സന്തോഷം ചിത്ര ചേച്ചിയിലേക്ക് അത് എത്തിക്കാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. പ്രേക്ഷകർക്കും തീർച്ചയായും ഈ പാട്ട് കേൾക്കുമ്പോൾ ഒരുപാട് ഇഷ്ടപ്പെടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. നമുക്ക് ഈ ചിത്രത്തിലെ നായികയെ കുറിച്ച് കൂടി പറയാൻ തോന്നുന്നു. അതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് ഇതിലെ നായിക. ഇതൊരു ഫീമെയിൽ ഓറിയന്റഡ് സിനിമ കൂടിയാണ്. അപ്പൊ ചിത്രത്തിലെ നായികയെ കുറിച്ചും നായികയിലേക്കുള്ള സെലക്ഷനൊക്കെ എങ്ങനെയായിരുന്നു? നായികയുടെ പേര് സുനു ലക്ഷ്മി എന്നാണ്. നമ്മള് ഒത്തിരി പേര് അന്വേഷിച്ചെങ്കിലും, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി കഥാസന്ദർഭങ്ങളിലൂടെ പോകുന്ന ഒരു നായികയാണ്. കാരണം അഭിനയം ഭയങ്കര തീക്ഷ്ണമായ ഡയലോഗ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ശരിക്കും പുതുമുഖ നായികനെ അന്വേഷിച്ചെങ്കിൽ പോലും അത് നടന്നില്ല. കാരണം പിന്നീടാണ് സുനു ലക്ഷ്മിനെ പറ്റി അറിയാൻ ഇടയായതും പിന്നെ നമ്മൾ സമീപിച്ചു. പുള്ളിക്കാരി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഇവര് നിങ്ങളുടെ ക്രൂവിനോടൊക്കെ ചോദിക്കുമ്പോൾ അവരൊക്കെ പറയുന്നു ഡയറക്ടർ സാർ വളരെ കംഫർട്ടബിൾ ആയിരുന്നു, ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു എന്നൊക്കെ. അങ്ങനെ തന്നെയാണോ? അപ്പൊ യാതൊരുവിധ പ്രഷറും ഒന്നും ഇവർക്കൊന്നും കൊടുക്കാണ്ട് തന്നെയാണോ സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ സമയത്ത്? അതെ, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും ഒരു ഫ്രഷറാണ്. അപ്പൊ നമ്മളെല്ലാരും കൂടി ഒരു ടീം വർക്കായിട്ട് തന്നെയാണ് പോയത്. നന്നായിട്ട് എല്ലാവരും തന്നെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ. അപ്പോ എന്തായാലും ചിത്രം മാർച്ച് 1 തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുമ്പോൾ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം. കാരണം ഇതൊരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് മൂവി തന്നെയായിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. സംഭവം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു കൊമേഴ്സ്യൽ സിനിമയ്ക്ക് വേണ്ടിയുള്ള എല്ലാ ഘടകങ്ങളും, പാട്ടായിക്കോട്ടെ ഫൈറ്റ് ആയിക്കോട്ടെ എല്ലാം ഉണ്ട് സിനിമയിൽ. അപ്പോൾ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് മൂവിയാണെന്ന് ഞാൻ ഉറപ്പുവരാം. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ കാണണമെന്ന് അപേക്ഷിക്കുകയാണ്. ഓക്കെ. ഒപ്പം ഈ OTTകളുടെ കാലമാണ്. അപ്പോൾ ഒരു സിനിമ ഇറങ്ങുമ്പോൾ ആളുകളൊക്കെ കൂടുതലും ഈ ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളായിരിക്കും തിയേറ്ററിൽ പോയി കാണാൻ പ്രിഫർ ചെയ്യുക. അതേപോലെ ഈ ഒരു 5-ാം വേദം തിയേറ്ററുകളിൽ എത്തുമ്പോൾ ആദ്യമായി അഭിനയിക്കുന്ന ഒരു സിനിമ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുമ്പോൾ എന്തുകൊണ്ട് അവർ തിയേറ്ററിലേക്ക് തന്നെ വന്ന് ഈ സിനിമ കാണണം എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും പറയാ? ചെറുപ്പം മുതലുള്ള വലിയൊരു ആഗ്രഹം ആ സ്ക്രീനിൽ തന്നെ ഒന്ന് കാണുക എന്നുള്ളത്. അപ്പം അത്രയും ആ ഒരു സ്വപ്നത്തെ ഞാനിങ്ങനെ ഉള്ളിൽ കൊണ്ടു നടക്കുകയാണ്. അതിപ്പം എല്ലാവരും അത് അവിടെ വന്ന് തന്നെ കാണണം. ചെറുപ്പം മുതലുള്ള ഒരു ആഗ്രഹമാണ് ആ സ്ക്രീനിൽ, ബിഗ് സ്ക്രീനിൽ തന്നെ വന്ന് കാണുക. അപ്പം ഞാനും അവിടെ ഒരു ഇടം പിടിച്ചു എന്ന് അവരും അറിയണം. അപ്പൊ അതിനുവേണ്ടി എല്ലാവരും അവിടെ തന്നെ, ഞാൻ ഫോഴ്സ് ചെയ്യും എല്ലാവരും വന്ന് കണ്ടേ പറ്റുള്ളൂ, ഇല്ല നടക്കൂല. എന്താണ് ചേട്ടാ ഇപ്പോ തിയേറ്ററിലേക്ക് പ്രേക്ഷകരിൽ മാർച്ച് 1 ഈ സിനിമ കാണാൻ എത്തണം, എന്തുകൊണ്ട് എത്തണം എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം? വിഷ്ണു പറഞ്ഞ പോലെ തന്നെയാണ്, വേറെ വഴിയില്ല. നിങ്ങൾ പ്രേക്ഷകരുടെ ആ ഒരു തിയേറ്ററിലേക്ക് വന്നാൽ മാത്രമേ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ഒരു ലൈഫ് ഉണ്ടാവുള്ളൂ. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു ദയ കാണിക്കണം എന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു. ചിത്രം മാർച്ച് 1 തിയേറ്ററുകളിലേക്ക് എത്തുക. വളരെ രാഷ്ട്രീയം, മതം, അങ്ങനെ എല്ലാ രീതിയിലും വലിയൊരു പ്രസക്തമായിട്ടുള്ള ഒരു പ്രമേയവുമായാണ് 5-ാം വേദം ടീം പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.